നാരായണ. നാരായണ. ഓം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഉമാകോമളഹസ്താബ്ജസംഭാവിതലലാടകം ഹിരണ്യകുണ്ഡലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെട്രിവേൽ മുരുകനുക്ക് ഹരോഹരാ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായങ്കാലേ വനാന്തേ കുസുമിതസമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാമോഹനാപാംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാസഹസ്രൈഃ വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽക്കുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസദുദരം കാഞ്ചനച്ഛായചേലം ചാരുസ്നിഗ്ധോരുമംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ,
ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗക പരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യഭിജ തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാ പരപുരുഷ തദൈകാദശീ നാമവർണ്ണാഃ. ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണീയ സ്വാധ്യായ പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് 58-ാം ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദശകം 57-ാം ദശകം പ്രലംബാസുരവധം എന്നുള്ള ലീലയായിരുന്നു. ഗോപന്റെ വേഷത്തിൽ വന്ന പ്രലംബൻ ദ്വന്ദ്വയുദ്ധത്തിൽ പങ്കെടുക്കുകയും ബലരാമസ്വാമിയോട് തോറ്റ് ബലരാമസ്വാമിയെ കഴുത്തിലെടുത്ത് കുറേ ദൂരം കൊണ്ടുപോയി കൊല്ലാനായിട്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ബലരാമസ്വാമി ആ പ്രലംബന്റെ തോളിലിരുന്നു കൊണ്ട് തന്നെ പ്രലംബാസുരനെ മുഷ്ടി കൊണ്ട് ചമ്മന്തിയാക്കി കളഞ്ഞ ആ ബലരാമസ്വാമിയുടെ ഒരു ലീല കൂടിയാണ് പ്രലംബാസുരവധം. അത് കഴിഞ്ഞവർ തിരിച്ച് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അന്ന് തന്നെ ഉണ്ടായ ഒരു കാട്ടുതീ ബാധ. അപ്പോൾ രണ്ടാമത്തൊരു കാട്ടുതീ ആണ് ഈ ഗോപന്മാരും പശുക്കളും പെടുന്നത്. അതിൽ നിന്നും ഭഗവാൻ അവരെ രക്ഷിക്കുന്ന കഥയാണ് ആദ്യം ഈ 58-ാം ദശകത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ വർഷം എന്താ പറയുക, വേനലും അഥവാ ഗ്രീഷ്മം, വർഷം മുതലായിട്ടുള്ള ഋതുക്കളെ കുറിച്ചിട്ടുള്ള വർണ്ണന. അത് കഴിഞ്ഞ് ശരത് ഋതുവിലേക്ക് പ്രവേശിക്കുന്നു. ശരത് ഋതുവിലാണ് ഭഗവാന്റെ വേണുഗാനം എന്നുള്ള അത് വരെ, അത് അടുത്ത അധ്യായത്തിലാണ്. അത് കഴിഞ്ഞ് ഹേമന്ത ഋതു വരുമ്പോൾ ഭഗവാന്റെ ആ ഗോപികമാരുടെ കാർത്യായനീ വ്രതം മുതലായിട്ടുള്ള ഭാഗങ്ങളാണ്. അങ്ങനെ ഓരോ ഋതുക്കളിൽ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുകയാണ്.
നമുക്ക് 58-ാം ദശകം നോക്കാം. ആദ്യത്തെ ഒരു 5-6 ശ്ലോകങ്ങളോളം കാട്ടുതീയിൽ നിന്ന് ഭഗവാൻ കൂട്ടുകാരെയും പശുക്കളെയും രക്ഷിച്ച, മുഞ്ചാടവി എന്ന് പറഞ്ഞ അടവിയിൽ നിന്ന് രക്ഷിച്ച കഥയാണ്. ഓം 58-ാം ദശകം വായിക്കാം. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഗുരുവായൂരപ്പ. ദശകം 58. കാട്ടുതീയിൽ നിന്ന് ഗോപഗോകുലങ്ങളെ ഭഗവാൻ രക്ഷിച്ച കഥ. അത് കഴിഞ്ഞ് ഋതുവർണ്ണനം. ഓം ത്വയി വിഹരണലോലേ ബാലജാലൈഃ പ്രലംബ പ്രമദന സവിളംബേ ദേനവസ്വൈരചാരാഃ തൃണകുതുക നിവിഷ്ടാ ദൂരദൂരം ചരന്ത്യഃ കിമപി വിപിനമൈഷീകാക്യമീശാം ബഭൂവുഃ അനധിഗത നിദാഗ ക്രൗര്യ വൃന്ദാവനന്ദാത് ബഹിരിതമുപയാതാ കാനനം ദേനവസ്താഃ തവ വിരഹ വിഷണ്ണാ ഉഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംബസ്യാകുലാ സ്തംഭമാഭുഃ തദനു സഹസഹായൈർദൂരമന്വിഷ്യ ശൗരേ ഗളിത സരണി മുഞ്ചാരണ്യ സഞ്ജാതഖേദം പശുകുലമഭിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാത് ത്വയി ഗതവതിഃ സർവദോഗ്നിർജജൃംബേ സകലഹരിദിദീപ്തേ ഘോരഭാംഗാര ഭീമേ ശിഖിനി വിഹതമാർഗ അർദ്ധദഗ്ധാ ഇവാർത്താഃ അഹഃ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം അലമലമതിഭീത്യാ സർവതോ മീലയദ്വം ദൃശമിതി തവ വാചാ മീലിതാക്ഷേഷു തേഷു ക്വനു ധവദഹനോऽസൗ കുത്ര മുഞ്ചാടവീസാ സപതി വവൃതിരേതേ ഹന്തഭാണ്ഡീരദേശേ ജയ ജയ തവ മായാ കേയമീശേതി തേഷാം നുതിഭിരുദിതഹാസോ ബദ്ധനാനാവിലാസഃ പുനരപി വിപിനാന്തേ പ്രാചരഃ പാടലാദി പ്രസവ നിഗരമാത്ര ഗ്രാഹ്യ ഗർമാനുഭാവേ ത്വയി വിമുഖമിവോച്ചൈസ്താപഭാരം വഹന്തം തവ ഭജനവദന്തഃ പങ്കമുച്ഛോഷയന്തം തവ ഭുജവദുദഞ്ജദ്ഭൂരി തേജഃ പ്രവാഹം തപസമയമനൈഷീര്യാമുനേഷു സ്ഥലേഷു തദനു ജലദജാലൈസ്ത്വദ്വപുസ്തുല്യഭാഭിഃ വികസദമല വിദ്യുത്പീതവാസോ വിലാസൈഃ സകലഭുവനഭാജാം ഹർഷദാം വർഷവേളാം ക്ഷിതിധരകുഹരേഷു സ്വൈരവാസീ വ്യനൈഷീഃ കുഹരതലനിവിഷ്ടം ത്വാം ഗരിഷ്ടം ഗിരീന്ദ്രഃ ശിഖികുലനവകേകാകാഗുഭിസ്തോത്രകാരീ സ്ഫുടകുടജകദംബസ്തോമപുഷ്പാഞ്ജലിം ച പ്രവിദദനുഭേജേ ദേവഗോവർദ്ധനോऽസൗ അധ ശരദമുപേതാം ത്വാം ഭവൽഭക്തചേതോ വിമലസലിലപൂരാം മാനയൻ കാനനേഷു തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാഃ പവനപുരപതേ ത്വം ദേഹി മേ ദേഹസൗഖ്യം അധ ശരദമുപേതാം താം ഭവൽഭക്തചേതോ വിമലസലിലപൂരാം മാനയൻ കാനനേഷു തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാഃ പവനപുരപതേ ത്വം
ദേഹി മേ ദേഹസൗഖ്യം പവനപുരപതേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ. അപ്പോൾ പ്രളംബാസുരവധം നടന്ന അന്ന് തന്നെ ഉണ്ടായ ഒരു ലീലയാണ് ഈ കാട്ടുതീയിൽ നിന്ന് ഗോകുലങ്ങളെ രക്ഷിച്ചതെന്ന് ഇവിടെ അപ്പോൾ മേൽപ്പത്തൂര് അവതരിപ്പിക്കുന്നത് നോക്കാം. ത്വയി വിഹരണലോലേ ബാലജാലൈ പ്രലംബ പ്രമദന സവിളംബേ ധേനവസ്വൈരചാരാഃ തൃണകുതുകനിവിഷ്ടാ ദൂരദൂരം ചരന്ത്യഃ കിമപി വിപിനമൈഷീഗാഖ്യമീശാം ബഭൂവുഃ. ത്വയി വിഹരണലോലേ ബാലജാലൈഃ പ്രലംബ പ്രമദന സവിളംബേ ധേനവസ്വൈരചാരാഃ തൃണകുതുകനിവിഷ്ടാ ദൂരദൂരം ചരന്ത്യഃ കിമപി വിപിനമൈഷീഗാഖ്യമീശാം ബഭൂവുഃ. നാരായണ. അപ്പോൾ പ്രളംബാസുരവധത്തിന്റെ തുടർച്ചയായിട്ട് തന്നെ പറയുന്ന രീതിയിലാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ത്വയി വിഹരണലോലേ ബാലജാലൈഹി പ്രലംബ പ്രമഥന സവിളംബേ ദേനവസ്വൈരചാരാഃ. പ്രലംബ പ്രമഥന സവിളംബേ എന്നുണ്ട്. പ്രലംബ പ്രമഥന സവിളംബേ. ആ പ്രലംബാസുരനെ പ്രമഥനം ചെയ്യുക, മേയാൻ വിട്ടിട്ട് അപ്പൊ ബാലജാലൈഹി ബാലസമൂഹങ്ങളോടുകൂടെ ഗോപബാലന്മാരോടുകൂടെ ഗുരുവായൂരപ്പ ത്വയി വിഹരണലോലേ സതി അങ്ങ് കളിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള സമയത്ത് അങ്ങ് കളിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അങ്ങേക്ക് പശുക്കളുടെ കാര്യത്തിൽ അല്പനേരം ശ്രദ്ധയുണ്ടായില്ല. അതിന് കാരണം എന്താണ്? പ്രലംബ പ്രമദനം, പ്രലംബാസുരനെ മതിക്കുക, അദ്ദേഹത്തെ നശിപ്പിക്കുക എന്നുള്ള അത് ഏട്ടനെ കൊണ്ട് ചെയ്യിക്കുന്ന തിരക്കിലായിരുന്നു. അത് കാരണമായിട്ട് സവിളംബേ പശുക്കളെ നോക്കുന്ന കാര്യത്തിൽ അല്പം വിളംബം ഉണ്ടായി, കാലദൈർഘ്യം വന്നു ചേർന്നു. പശുക്കളെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം, അതിൻ്റെ പുറകെ നോക്കണം. കണ്ണ് തെറ്റിയാൽ എവിടെയെങ്കിലും പോകും. അപ്പോൾ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം. പക്ഷേ കുറച്ച് നേരത്തേക്ക് ആ കണ്ണുണ്ടായില്ല. അപ്പോൾ പശുക്കളുടെ സ്വഭാവം കാണിക്കും. അപ്പം അങ്ങനെ പ്രലംബ പ്രമദന സവിളംബേ ദേനവഹ സ്വൈരചാരാഹ. ദേനവഹ ആ പശുക്കൾ എന്ത് ചെയ്തു? സ്വൈരചാരാഹ, ആരെയും പേടിക്കാനില്ലാതെ സ്വൈരമായി ചരിക്കുന്നവയായി തന്നിഷ്ടം പോലെ നടന്നു പശുക്കൾ. നമ്മളെയൊക്കെ പോലെ അല്ലേ? ഭഗവാനെ പേടിക്കാനില്ലാത്ത ലോകത്തിലുള്ള ആളുകളൊക്കെ സ്വൈരചാരികളായി നടക്കുന്നത് പോലെ. നമ്മളല്ല കേട്ടോ, നമ്മളെന്ന് പൊതുവെ പറഞ്ഞതാണ്. നമ്മളല്ല നമ്മളൊഴികെ. ധേനവഹ സ്വൈരചാരാഹ. എന്നിട്ടോ തൃണകുതുക നിവിഷ്ടാഹ ദൂരദൂരം ചരന്ത്യഃ. തൃണകുതുക നിവിഷ്ടാഹ, കുറച്ച് ദൂരെ പുല്ല് മേഞ്ഞുകൊണ്ട്, തൃണത്തിൽ കുതുകം കൊണ്ട്, പുല്ലിലുള്ളതായിട്ടുള്ള കൊതി കൊണ്ട് പുല്ല് മേഞ്ഞുകൊണ്ട് നിവിഷ്ടാഹ അങ്ങനെ സഞ്ചരിച്ച് ദൂരദൂരം ചരന്ത്യഃ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞ് ദൂരദൂരം ചരന്ത്യഃ. അങ്ങനെ ചരിച്ചുകൊണ്ട് ഐഷികാക്യം കിമപി വിപുലം ഈശാം ബഭൂവുഃ. ഐഷീകാക്യം, ഐഷീകം എന്ന പേരുള്ള എന്ന് പറഞ്ഞാൽ ഇഷീക പുല്ലുകൾ നിറഞ്ഞത് ഐഷീകം. ഇഷീക പുല്ല് എന്ന് പറഞ്ഞാൽ മുഞ്ചപ്പുല്ല്, ഇത്തിരി ഉയരമുള്ള പുല്ലുകളാണ്.
എന്താ പറയുക, ഒരാളെക്കാളും ഉയരത്തിൽ പൊങ്ങി വരുന്നതായിട്ടുള്ള പുല്ലുകളാണ് ഇഷീകപ്പുല്ല്. അല്ലേ? അതപ്പോൾ നമ്മളൊക്കെ തീറ്റപ്പുല്ല് വളർത്തുന്നുണ്ട് പശുക്കൾക്ക് വേണ്ടി. അതൊക്കെ നല്ലോണം ഉയരം വയ്ക്കുന്ന പുല്ലാണ്. അപ്പോൾ ഈ ഉഷീകപ്പുല്ലിൻ്റെ ജാതിയിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഐഷീകം എന്ന പേരുള്ള കിമബി വിപിന, ഒരു വിപിനത്തിലേക്ക്, ഒരു കാട്ടിലേക്ക്, പുല്ലിൻ്റെ കാട്, ഇഷീക പുല്ലുകളുടെ കാട്, നല്ലോണം ഉയരത്തിൽ പുല്ല് മുളച്ചു നിൽക്കുന്ന ആ കാടിനെ ഇഷാംബബൂവു പ്രവേശിച്ചു, വന്നു ചേർന്നു എന്നൊക്കെ അർത്ഥം. അപ്പോൾ നല്ല വേനൽക്കാലമായിരുന്നു അത്. അതാണല്ലോ കുറച്ച് മുമ്പേ മറ്റേ കാളിയനെ നിഗ്രഹിച്ച, കാളിയനെ അടക്കിയതായിട്ടുള്ള കഥയിലും ഒക്കെ പറഞ്ഞപ്പോൾ വേനൽക്കാലമായിരുന്നു, ദാഹം ഉണ്ടായിരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് പനമ്പഴം പഴുക്കുന്ന കാലവും വേനൽക്കാലമാണ്. നമ്മുടെ മറ്റേ ധേനുകാസുരൻ്റെ വധവും ഒക്കെ പറഞ്ഞല്ലോ, അതുമൊക്കെ വേനൽക്കാലത്താണ്. അപ്പോൾ അതുപോലെ പ്രലംബാസുര വധവും വേനൽക്കാലത്താണ്. അപ്പോൾ ഇതും ഒരു വേനൽക്കാലത്താണ്. അപ്പോൾ വേനൽക്കാലത്ത് ഈ കാട്ടുപുല്ലുകൾ കണ്ട് ആ പുല്ലിൽ മോഹിച്ച് ആ ഇഷീകവനം എന്ന് പറയുന്ന ഐഷീകം എന്ന പേരുള്ള വനത്തിലേക്ക് ഈ പശുക്കൾ ഇങ്ങനെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞ് പോയി. വാസ്തവത്തിൽ ഈ വൃന്ദാവനത്തിൽ ആവശ്യത്തിന് പുല്ലുണ്ട്. ഈ വൃന്ദാവനം വിട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്, കുറച്ചപ്പുറത്തുള്ളൊരു സ്ഥലമാണ് ഐഷീകം എന്ന പേരുള്ള വനം. അപ്പോൾ ഭഗവാന്റെ നിയന്ത്രണത്തിൽ നിന്ന്, വൃന്ദാവനത്തിൽ നിന്ന് കുറച്ചുകൂടെ ദൂരെയുള്ളതായിട്ടുള്ള ഐഷീക വനത്തിലേക്ക് ഇവർ പോയി പശുക്കൾ. എന്താ കാരണം? ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള കൊതി തന്നെയാണ്. വാസ്തവത്തിൽ ഈ സന്ദർഭത്തിൽ നമ്മുടെ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്, വൃന്ദാവനം ഈ വേനൽ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന്. കാരണം വൃന്ദാവനത്തിൽ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് സസ്യലതാദികളൊക്കെ നല്ലോണം സമൃദ്ധമായി തന്നെ നിന്നുണ്ടായിരുന്നു. കാളിന്തിയിലെ ജലവും എല്ലാം കൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ലാതെ സുഖമായിരുന്നു. ഈ സുഖവാസം വിട്ടിട്ടാണ് ബാക്കിയുള്ള ചുറ്റുപാടുമൊക്കെ വെയിലുകൊണ്ട് ഉണങ്ങിക്കഴിഞ്ഞു. ആ ഉണങ്ങിയ സ്ഥലത്തേക്കാണ് ഈ മുഞ്ചാടവി എന്ന് പറയുന്ന ഇഷീകാക്യം വനത്തിലേക്ക് ഇവർ ചെല്ലുന്നത്. വാസ്തവത്തിൽ അവിടെ ഉണങ്ങിയ പുല്ലേ ഉള്ളൂ, നല്ല പച്ചപ്പുല്ലില്ല എന്നാ പറയണത് ഭാഗവത പ്രകാരം. ഇഷീകാക്യം വനത്തിൽ അല്ലെങ്കിൽ ഈ മുഞ്ചാടവിയിൽ പുല്ലുകളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്, നല്ലോണം ഉണങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കാട്ടുതീ പെട്ടെന്ന് പിടിച്ചത്. വരാനിരിക്കുന്ന കഥ അതാണ്. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ വിട്ടിട്ട്, ഭഗവാന്റെ അടുത്ത് നിൽക്കുന്നതിൽ നിന്ന് വിട്ടിട്ട് ഈ അക്കരെ പച്ച തേടി പോയി. എങ്ങനെയാണോ നമ്മൾ സാധാരണ ആളുകളൊക്കെ, പ്രാകൃതന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഈ ലോകത്തിൻ്റെ പുറകെ, വിഷയ സുഖങ്ങളുടെ പുറകെ പോകുന്നത്, അതുപോലെ ഉള്ളിലുള്ള ഭഗവാനെ വിട്ട്, അല്ലെ, ആനന്ദസ്വരൂപനായ ഭഗവാനെ വിട്ട് ബഹിർമുഖരായി നമ്മളൊക്കെ എങ്ങനെയാണോ ഈ എന്താ പറയുക, മേച്ചിൽ പുറങ്ങൾ തേടി പോകുന്നത്, വിഷയങ്ങളാകുന്ന മേച്ചിൽ പുറങ്ങളിലേക്ക് നമ്മൾ എങ്ങനെയാണോ മൃഗങ്ങളെ പോലെ, പശുക്കളെ പോലെ പോകുന്നത്, അതുപോലെ എന്ന് പറയാം. ശരിക്കും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ വൃന്ദാവനമാണ്, ആനന്ദവനമാണ്. ഇവിടെ ഒരു കുറവുമില്ല, സമൃദ്ധമായിരുന്നു. പക്ഷെ ആ സമൃദ്ധിയെ മറന്ന്, ഭഗവാൻ കൂടെയുള്ളത് മറന്ന് നമ്മളെങ്ങനെയാണോ ബഹിർമുഖരായി പുറത്തേക്ക് പോകുന്നത്, വിഷയങ്ങളിൽ സുഖമുണ്ടെന്ന് കരുതി പോയി ആപത്തുകളിൽ ചെന്ന് മാട്ടുന്നത്, അല്ലേ? നമ്മുടെ ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൻ കൊള്ളകളുടെ കഥകളൊക്കെ, വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും, അതിലൊക്കെ ആരൊക്കെയാ പങ്കാളികൾ എന്നൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പ, അയ്യപ്പസ്വാമിയുടെ ഓരോ കളികളാണതെല്ലാം. അപ്പോൾ ഓരോരുത്തർക്ക് മന്ത്രി പദവിയിലിരുന്ന് കട്ടാ പോരാ, ഇവിടെ തന്നെ സമൃദ്ധമായിട്ട് കക്കാനുണ്ട് അവർക്ക്. ഇവിടെ കാണിക്കുന്ന അഴിമതി തന്നെ ഒരു മര്യാദക്കൊക്കെ കാണിച്ചാൽ കുറേയൊക്കെ കട്ടുമിണ്ടാതെ 7 തലമുറയ്ക്കുള്ളതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കാമായിരുന്നു. അതെന്താ, അത്യാഗ്രഹം മൂത്തു, ആസുരികത മൂത്തു. ഇവിടെയുള്ളതൊന്നും പോരാന്ന് തോന്നിയിട്ട് ഇനി പല രീതിയിൽ, വേറെ ഏതൊക്കെ രീതിയിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റങ്ങളും ചെയ്ത്, മാരകങ്ങളായിട്ടുള്ള കുറ്റങ്ങളും ചെയ്ത് കുറേ സമ്പാദിക്കണമെന്ന് തോന്നി. അത്രയ്ക്കും ബഹിർമുഖത വർദ്ധിച്ചു, അസുര സ്വഭാവം. കിട്ടിയതൊന്നും പോരാ തോന്നിയിട്ട് ഇപ്പം തന്നെ 1000 കോടി അതിലധികം മുതലുള്ള ആളാണ്. ഒന്നും ഉണ്ടായിരുന്നില്ല.
പശ്ചാത്തലമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളവിടുന്ന് 1000 കോടിയുടെ മുകളിൽ മുതൽ എത്രയുള്ളതെന്ന് കൃത്യമായിട്ടുള്ള കണക്കൊന്നുമില്ല. 1000 കോടി വരെ കണക്ക് കണ്ടെത്തിയിട്ടുണ്ട് ആളുകൾ. അത്രയും അസറ്റായി കഴിഞ്ഞു. എന്നിട്ടും പിന്നെയും പോരാന്ന് പറഞ്ഞിട്ടാണല്ലോ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകുന്നത്. അപ്പോൾ പിടിക്കില്ല എന്നുള്ളൊരു പേടി, ധൈര്യമായിരുന്നു. എന്ത് കാണിച്ചാലും ഇവിടെ ആരും പിടിക്കില്ല എന്നുള്ള ധൈര്യം. എന്തായാലും ഒക്കെ നന്നാവുണ്ട് അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട്. ഓരോരുത്തരെയും വേദനിപ്പിച്ചതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കാതിരിക്കാൻ പറ്റുമോ? എത്ര ആളുകൾ നെഞ്ചുരുകി കരഞ്ഞ് വിളിച്ചിട്ടുണ്ട് അയ്യപ്പനെ. അതിൻ്റെയൊക്കെ ഫലം കാണാതിരിക്കുമോ? തീർച്ചയായിട്ടും. എല്ലാം നന്നാവുണ്ട്. എല്ലാം നല്ലതിനാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഫലം കാണാൻ തുടങ്ങുകയാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളുണ്ട്. അതിൻ്റെയൊക്കെ എല്ലാവരുടെയും നമ്മുടെയൊക്കെ പ്രാർത്ഥനകളുണ്ട്. നാരായണ. അപ്പോൾ ഇതുപോലെ ഒരു ഉദാഹരണം കാണിച്ചു തന്നിരിക്കണം. ഈ പശുക്കൾ വൃന്ദാവനത്തിൽ സമൃദ്ധമായിട്ട് പുല്ലുണ്ടായിട്ടും ഈ ഉണക്കപ്പുല്ലിൻ്റെ പുറകെ പോയില്ലോ എന്നും ഭാഗവതം പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. കിമബി വിപിനം ഐഷീകാക്യം ഈശാം ബഭൂവു. ഐഷീകം എന്ന് പേരുള്ളതായിട്ടുള്ള ആ വനത്തിലേക്ക് പോയില്ലോ. ത്വയി വിഹരണലോലേ ബാലജാലൈ പ്രലംബ പ്രമദന സവിളംബേ ദേനഭസ്വൈരചാരാഃ തൃണകുതുക നിവിഷ്ടാഃ ദൂരദൂരം ചരന്ത്യഃ കിമപി വിപിനമൈഷീഗക്യമീശാം ബഭൂവു. അനധിഗത നിദാഗ ക്രൗര്യവൃന്ദാവനന്ദാത് ബഹിരിതമുപയാതാ കാനനം ദേനവസ്താഃ തവ വിരഹ വിഷണ്ണാ ഊഷ്മളഗ്രീഷ്മതാപ പ്രസര വിസരദംബസ്യാങ്കുല പ്രസര വിസരദംബസ്യാകുല സ്തംഭമാബുഹു. അനധിഗത നിദാഗ ക്രൗര്യവൃന്ദാവനാന്താത് ബഹിരിതമുപയാതാ കാനനം ദേനവസ്താഃ തവ വിരഹ വിഷണ്ണാ ഊഷ്മളഗ്രീഷ്മതാപ പ്രസര വിസരദംബസ്യാകുല സ്തംഭമാബുഹു. അനധിഗത നിദാഗ ക്രൗര്യ വൃന്ദാവനാന്താത് ബഹിഃ ഇദം ഉപയാത കാനനം ദേനവഃ താഃ. താഹ ദേനവഃ, ആ പശുക്കൾ ധേനുക്കൾ, ഉപയാതാഹ എവിടെ? ബഹിഹി കാനനം. അനധിഗത നിദാഗ ക്രൗര്യം. നിദാഗം എന്ന് പറഞ്ഞാൽ വേനൽ. വേനലിൻ്റെ ക്രൗര്യത, ക്രൂരത, കഠിനത അത് അനധിഗതം, അധിഗതമായിരുന്നില്ല, പ്രാപിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ വേനലിൻ്റെ യാതൊരു കാഠിന്യവും വൃന്ദാവനത്തെ ബാധിച്ചിരുന്നില്ല. ഭഗവാന്റെ സാമീപ്യം കൊണ്ട്, ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് വൃന്ദാവനത്തിൽ വേനലിൻ്റെ ഒരു ചൂടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പശുക്കൾക്കുണ്ടോ വിവരം? നമ്മുടെ കേരളത്തിലെ പൊതുജനങ്ങളെപ്പോലെ മൂഢജനങ്ങള്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ നല്ല തണുപ്പ് വിട്ടിട്ട് എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും വെടിഞ്ഞുകൊണ്ട് ഈ കാനനത്തിലേക്ക്, ഈ മുഞ്ചപ്പുല്ലുള്ളതായിട്ടുള്ള ഉണങ്ങിയ വനത്തിലേക്ക് അവർ കടന്നു ചെന്നു. അക്കര പച്ച എന്ന് തോന്നിയിട്ട് ഇക്കരെ നിൽക്കുമ്പോൾ അക്കര പച്ച. എന്നിട്ടോ അവിടെ ചെന്നപ്പോൾ ഭഗവാനിൽ നിന്ന് വിരഹ ദുഃഖം അനുഭവിക്കുകയാണ്. തവ വിരഹ വിഷണ്ണ, അങ്ങയെ പിരിഞ്ഞതിൻ്റെ വിഷാദവും. ഗുരുവായൂരപ്പനിൽ നിന്ന് അകന്നാൽ തന്നെ അതിൻ്റെ ഒരു വിഷാദം ഉണ്ടാവും, അല്ലേ? നമുക്കൊക്കെ അറിയാം. ഈശ്വരാഭിമുഖം പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖ പരമ്പരകൾ വന്നു ചേരും. അപ്പോൾ ഈശ്വരാഭിമുഖ്യം വേണം നമുക്ക് ഏത് ദുഃഖങ്ങളെയും തരണം ചെയ്യാൻ. ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ദുഃഖങ്ങളെയും തരണം ചെയ്യാം. ഈശ്വര വിശ്വാസമില്ലാത്തവർക്ക് അവർ തന്നെയാണ്. ഏത് വലിയ ദുഃഖങ്ങൾ വരുമ്പോഴും ഈ നിരീശ്വരവാദികൾ അനുഭവിക്കുന്ന ദുഃഖം
ഈശ്വര ഭക്തിയുള്ളവർ അനുഭവിക്കുന്നില്ല. ഒരേ ദുഃഖം തന്നെയാണ് രണ്ടു കൂട്ടരും അനുഭവിക്കുന്നതെങ്കിലും ഒരാൾക്ക് പറയാൻ ഒരാളുണ്ട്, ഈശ്വരനുണ്ട്. പൂജാമുറിയിലോ ക്ഷേത്രത്തിലോ അവനവൻ്റെ ഇഷ്ടദേവതയോടിരുന്ന് ചെന്ന് പറയാം, കരയാം. കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട് നമുക്ക്. നമ്മുടെ ഭാരമെല്ലാം ഇറക്കി വെക്കാം. ഷെയർ ചെയ്യാൻ ഒരാളുണ്ട്, നമുക്ക് താങ്ങാൻ ഒരാളുണ്ട്. അതാണ് ഭക്തിയുടെ വ്യത്യാസം, ഈശ്വരാഭിമുഖ്യത്തിൻ്റെ വ്യത്യാസം. നേരെ മറിച്ച് ആ മൂഢന്മാർക്ക് ആരുമില്ല. അവർ ഒറ്റയ്ക്ക് അനുഭവിച്ചിട്ട് താങ്ങാൻ പറ്റാതാവുമ്പോൾ ആത്മഹത്യ ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഭക്തിയില്ലാത്തവരുടെ ഗതിയാണ് ദുഃഖം താങ്ങാൻ പറ്റാതാവുമ്പോൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്. നേരെ മറിച്ച് ഈശ്വരനിൽ വിശ്വാസമുള്ളവർ, ഉറപ്പുള്ളവർ, ഭക്തിയുള്ളവർ അവരൊരിക്കലും ആത്മഹത്യയില്ല. കാരണം അവർക്ക് പ്രത്യാശയുണ്ട്. എത്ര ഘോരമായിട്ടുള്ള ദുരിതമാണെങ്കിലും ഇതെല്ലാം ഇപ്പം കഴിഞ്ഞു പോകും. എൻ്റെ ഭഗവാനുണ്ട് എൻ്റെ കൂടെ എന്നെ താങ്ങാൻ. ഇതൊക്കെ ഇപ്പം കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ടുള്ള വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. ഭഗവാനിൽ ഉറപ്പുണ്ട്, താങ്ങാൻ ആളുണ്ട് കൂടെ. അതാണ് ഭക്തന്മാരും അഭക്തന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ആത്മഹത്യ കുറഞ്ഞിരിക്കുന്നത്, ഇവിടെ മാനസിക രോഗികൾ കുറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിലൊക്കെ ആത്മഹത്യയും മാനസിക രോഗവും കുറഞ്ഞിരിക്കുന്നത് ശരിക്കും ഈ ക്ഷേത്രങ്ങളിൽ ഭക്തിയുള്ളവരും ആയിട്ടുള്ളവരാണ്. ഭക്തിയില്ലാത്തവർക്ക് ആണ് ആത്മഹത്യ ചെയ്യുന്നത്. യഥാർത്ഥ ഭക്തിയില്ല, വെറുതെ ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് മാത്രമായില്ല. ഭഗവാനെ അറിഞ്ഞ് പ്രേമിക്കണം, ഭഗവാനെ സ്നേഹിക്കണം. യഥാർത്ഥ ഭക്തി. അങ്ങനെ ഭക്തിയുള്ളവർക്ക് ഒരിക്കലും നിരാശയുണ്ടാവില്ല. അവർക്ക് എപ്പോഴും ജീവിതത്തിൽ പ്രത്യാശയുണ്ട്. ഭഗവാൻ കൂടെയുണ്ട്, ഭഗവാൻ താങ്ങും. വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴുള്ളതായിട്ടുള്ള ഈ ദുഃഖങ്ങൾ എല്ലാം മാറിപ്പോകും എന്നുള്ള ഉറപ്പുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഉദാഹരണം കാണിക്കുകയാണ്. ഭഗവാനിൽ നിന്ന് അകന്നപ്പോൾ വിരഹം കൊണ്ട് വിഷണ്ണരായി ആ പശുക്കള് തവ വിരഹ വിഷണ്ണാഹ, അങ്ങയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു. അതിൻ്റെ ദുഃഖവും നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഊഷ്മള ഗ്രീഷ്മ താപപ്രസര വിസരത് അംബസ്യാകുല സ്തംഭമാഭൂ. അപ്പോൾ അവിടെ ഊഷ്മള ഗ്രീഷ്മ താപപ്രസരം, ആ എന്താ പറയുക, ഊഷ്മളമായ നല്ല ആവിയെടുക്കുന്നതായിട്ടുള്ള ഗ്രീഷ്മതാപം, വേനൽ ചൂട്, അത് തട്ടി അത് പ്രസരിച്ച് അത് കൂടിക്കൂടി വരുന്നതായിട്ടുള്ള വിസരത്, താപപ്രസര വിസരത്, ആ താപപ്രസരം കൂടിക്കൂടി വരുന്നു. അങ്ങനെ അംബസ്യാകുലാഹ, വിസരത് പ്ലസ് അംബസ്യാകുല എന്ന് പിരിക്കണം. അംബസ്യാകുല, അംബസ്യാകുല എന്ന് പറഞ്ഞാൽ അംബസ്യ എന്നൊരു പദമുണ്ട്. എന്താണ് അംബസ്യ? അംബസ്യ എന്ന് പറഞ്ഞാൽ അംബഹ സ്യാദ് ഇതി ഭാവഃ, വെള്ളം വേണം എന്ന തോന്നൽ, അതാണ് അംബസ്യ. അംബഹ, അംബസ് വെള്ളമാണ്, വെള്ളം എനിക്ക് വേണം എന്നുള്ള തോന്നൽ. പിപാസ തന്നെയാണ് അംബസ്യ. പിപാസ എന്ന് പറഞ്ഞാലോ പാതും ഇച്ഛ പിപാസ, കുടിക്കാനുള്ള ആഗ്രഹം, ദാഹം. ദാഹത്തിനാണ് പിപാസ എന്ന് പറയുക. അതിൻ്റെ മറ്റൊരു പര്യായ രൂപമാണ് അംബസ്യ എന്ന്. മേ ഐ ഹാവ് സം വാട്ടർ എന്നുള്ള ആഗ്രഹം. അംബഹ സ്യാദ് ഇതി ഭാവഃ അംബസ്യ. ആ അംബസ്യാകുല, ദാഹം കൊണ്ട് പരവശരായി എന്നർത്ഥമാണ് അംബസ്യാകുല എന്ന്. അപ്പോ ഊഷ്മള ഗ്രീഷ്മ താപപ്രസര വിസരത് അംബസ്യാകുലാഹ സ്തംഭം ആബുഹു. സ്തംഭം ആബുഹു എന്ന് പറഞ്ഞാൽ സ്തംഭാവസ്ഥയെ പ്രാപിച്ചു. അല്ലാത്തൊരു ഇങ്ങടുമില്ല അങ്ങടുമില്ല എന്നുള്ള മാതിരി ഒരു സ്തംഭനാവസ്ഥയെ പ്രാപിച്ചു. ഒരു തൂട് പോലെയായി, തളർന്നു പോയി എന്നൊക്കെ അർത്ഥം. സ്തംഭം എന്നാൽ പുല്ലും സ്തംഭം തന്നെയാണ്. അപ്പൊ ഇവരും പുല്ല് പോലെയായി, പുല്ല് വാടി തളരുന്നത് പോലെ ഇവരും വെയിലത്ത് വാടി തളർന്നു, അവശരായി, നിശ്ചേഷ്ടരായി, ഒന്നിനും വയ്യ, അങ്ങടും വയ്യ ഇങ്ങടും വയ്യ എന്നുള്ള മട്ടില് ആ മുഞ്ചാടവയിൽ ഇവര് പെട്ടുകിടക്കണ. ഈ വെയിലിന്റെ ചൂട് കാരണം ദാഹവും ക്ഷീണവും എല്ലാം കൊണ്ടും ഭഗവാനെ പിരിഞ്ഞ വിരഹ ദുഃഖവും എല്ലാം ഉണ്ടായി. സംസാര ദുഃഖങ്ങളുടെ ഒരു പ്രതീകമാണിത്, അല്ലേ? നമ്മളൊക്കെ അനുഭവിക്കുന്ന, നമ്മളല്ല, നമ്മളെ പോലെയുള്ള പുറത്തുള്ള ആൾക്കാരൊക്കെ അനുഭവിക്കുന്ന
സംസാര ദുഃഖങ്ങളുടെ ഒരു പ്രതീകമാണിത് എന്ന് പറയാം. ഭഗവാനിൽ നിന്ന് അകലുന്നവർ അനുഭവിക്കുന്ന താപം, ആധ്യാത്മിക, അതിഭൗതിക, അതിദൈവീകങ്ങളായ താപത്രയങ്ങളുടെ ഒരു പ്രതീകമാണ് ഈ മുഞ്ചാടവിയിൽപ്പെട്ട് സ്തംഭാവസ്ഥയെ പ്രാപിച്ച ഈ പശുക്കളുടെ അവസ്ഥ. അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ദാഹം, പുറത്ത് വെയിലിൻ്റെ ചൂട്, ചുറ്റുപാടുമാണെങ്കിലോ ഉണക്ക പുല്ലുകളെ ഉള്ളുതാനും. നല്ല പുല്ലുണ്ടാവുമെന്ന് വിചാരിച്ച് വന്നതാണ്, ഉണങ്ങിയ പുല്ല്. മുകളിലാണെങ്കിൽ സൂര്യൻ്റെ താപം, അകത്താണെങ്കിൽ ദാഹത്തിൻ്റെ ഇത്. അങ്ങനെ ദാഹവും വിശപ്പും മാറ്റാമായിരുന്നു, അതുമില്ല. മുകളിലാണെങ്കിലോ ആദിദൈവീകം, സൂര്യൻ്റെ താപം, സൂര്യദേവന്റെ താപം. അപ്പം മൊത്തത്തിൽ താപത്രയങ്ങളെ കൊണ്ട് അവശരായിരിക്കുന്ന, സംസാരികളായിരിക്കുന്ന ജീവന്മാരെ പോലെയുള്ള ഒരവസ്ഥ ഈ പശുക്കൾക്കുണ്ടായി. കാരണം ഭഗവാനിൽ നിന്ന് അകന്നത്. അതാണ് തവ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മ താപപ്രസര വിസരദംബസ്യാകുല സ്തംഭമാബുഹു. അപ്പൊ ഈ കഥ നമ്മളോടും പറയുന്നത് ഭഗവാനിൽ നിന്ന് അകലാതിരിക്കൂ, ഭഗവാനെ മറക്കാതിരിക്കൂ, എപ്പോഴും ഭഗവാന്റെ കൂടെ ഇരിക്കൂ, ഭഗവാനെ കൂടെ ഇരുത്തൂ, ഭഗവാനെ മറക്കാതിരിക്കുക, ലോകവിഷയങ്ങളുടെ പുറകെ പോകാതിരിക്കുക. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഭഗവാൻ ഗീതയില് എല്ലാരോടും പറയണു, ഈ ലോകത്തിന്റെ പുറകെ പോകാതിൻ, അതിലൊന്നുമില്ല, ഉണക്ക പുല്ലാണ്. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ, ഈ ലോകത്ത് വന്നിട്ട് മാം ഭജസ്വ, ആനന്ദസ്വരൂപനായ നിത്യസ്വരൂപനായ എൻ്റെ കൂടെ വരൂ, എന്നെ ഭജിക്കൂ. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ മന്ത്രം നമ്മൾ എപ്പോഴും മറക്കരുത്. അപ്പോ അനധിഗത നിധാഗത് ക്രൗര്യവൃന്ദാവനന്ദാത് ബഹിരിതമുപയാദ കാനനം ധേനവസ്ഥാ തവ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംഭസ്യാകുലാസ്തംഭമാബുഹു. തദനു സഹ സഹായൈർദൂരമന്വിഷ്യ ശൗരേ ഗളിത സരണി മുഞ്ചാരണ്യ സഞ്ജാതഗേദം പശുകുലമവിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാത് ത്വയി ഗതവതി സർവദോഗ്നിർജൃംബേ. തദനു സഹ സഹായൈർദൂരമന്വിഷ്യ ശൗരേ ഗളിത സരണി മുഞ്ചാരണ്യ സഞ്ജാതഗേദം പശുകുലമവിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാത് ത്വയി ഗതവതി സർവദോഗ്നിർജൃംബേ. ഭഗവാനെ ശൗരേ എന്ന് സംബോധന ചെയ്തു. അല്ലയോ ശൂരസേനന്റെ പുത്രനായ, ശൂരസേന വംശത്തിൽ പിറന്നവനെ, അല്ലെങ്കിൽ പരാക്രമിയായിട്ടുള്ളവനെ ശൗരേ, ഭഗവാനെ. തദനു സഹായൈഹി സഹ ദൂരമന്വിഷ്യ, അങ്ങയുടെ കൂട്ടുകാരായ സഹായികളോടുകൂടെ വളരെ ദൂരം ഈ പശുക്കളെ അന്വേഷിച്ചു. എവിടെയാണ് പശുക്കൾ, എവിടെയാണ് പശുക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ പേരും വിളിച്ചുകൊണ്ട് അലഞ്ഞു. അതാണ് തദനു സഹായൈഹി സഹ, സഹായൈഹി സഹ ഗോപൈഹി സഹ, സഹായികളായ ഗോപന്മാരോടുകൂടെ ദൂരം അന്വേഷ്യ, വളരെ ദൂരം അന്വേഷിച്ചിട്ട് ഗളിത സരണി മുഞ്ചാരണ്യ സഞ്ജാതഗേദം പശുകുലം അഭിവീക്ഷ്യ. ഗളിത സരണി, സരണി എന്ന് പറഞ്ഞാൽ മാർഗം, ഗളിതം എന്ന് പറഞ്ഞാൽ വഴിതെറ്റിയത്, ഗളിച്ചത്, വഴിയിന്ന് പോയതാണ് ഗളിത സരണി. ഉന്മാർഗം ഗമിക്കുക എന്നൊക്കെ പറയുന്നതിന് വഴിതെറ്റിപ്പോവുക, അത് തന്നെയാണ് ഇവിടെ ഗളിത സരണിയും. സരണിയിൽ നിന്ന് തെറ്റി, മാർഗം തെറ്റി, വഴിയറിയാതെ വഴിപഴച്ച് മുഞ്ചാരണ്യ സഞ്ജാത ഖേദം പശുകുലം, ആ മുഞ്ചാരണ്യത്തിൽ ഉണ്ടായ ഖേദം അനുഭവിക്കുന്നതായിട്ടുള്ള പശുക്കൾ, അവിടെ കിടന്ന് അലയുന്ന, പുറത്തേക്ക് കടക്കാൻ വഴിയറിയാതെ കിടന്ന് അലയുന്ന ആ പശുകുലം അഭിവീക്ഷ്യ. ഇപ്പം നമ്മളവിടെയും ആശ്രമത്തിലും കുറച്ച് പശുക്കളൊക്കെ ഉണ്ട്. ഇവിടെ പുഴയിലേക്ക് മേയാൻ വിടും. അപ്പം ചിലപ്പോഴൊക്കെ അത് മേഞ്ഞ് 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 ഇങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ കുറേ ദൂരം പോകും. പിന്നെ അതിന് വരാൻ വഴിയറിയാതെ കിടന്ന് വട്ടത്തിരിയും. അപ്പം നമ്മളിവിടുന്ന് ആളുകൾ തിരഞ്ഞു പോകും.
അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടി വരും. കുറച്ച് കഷ്ടമൊക്കെ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതാണ് പശുക്കളുടെ സ്വഭാവം. ഇപ്പൊ ഗളിത സരണി മുഞ്ചാരണ്യ സഞ്ജാതഖേദം പശുകുലം അഭിവീക്ഷ്യ, അങ്ങനെ മുഞ്ചാരണ്യത്തിൽപ്പെട്ട് വഴിയറിയാതെ വട്ടത്തിരിഞ്ഞ് ദുഃഖിക്കുന്നതായിട്ടുള്ള പശുകുലത്തെ കണ്ടിട്ട് ക്ഷിപ്രം ആനേതും ത്വയി ആരാത് ഗതവതി, ക്ഷിപ്രം ആനേതും അതിനെ വേഗം കൊണ്ടുവരാനായിക്കൊണ്ട് ത്വയി ഗതവതി അങ്ങ് പോയപ്പോൾ, എവിടെയൊക്കെ ആരാത് അതിൻ്റെ സമീപത്തേക്ക് പോയപ്പോൾ സർവതഃ അഗ്നി ജജൃംബേ, ഹീ ഹീ എന്ന് കഷ്ടം എന്നുള്ളതിനാണ് ഹീ ഹീ എന്ന് പറഞ്ഞതുപോലെ. ഹീ ഹീ എന്നുള്ളത് ഹാ ഹാ എന്നുള്ളതിൻ്റെ മറ്റൊരു രൂപം. കഷ്ടം എന്നുള്ളതിന് ഇവിടെ ഹീ ഹീ എന്ന് പറഞ്ഞു. എന്താ പറ്റിയത്? സർവതഃ അഗ്നി ജജൃംബേ, എല്ലാ ഭാഗത്തു നിന്നും അഗ്നി ജൃംഭിച്ചു വന്നു, കാട്ടുതീ പടർന്നു പിടിച്ചു എന്നർത്ഥം. അപ്പോ ഗുരുവായൂരപ്പ പശുക്കളെ ദൂരെ മുഞ്ചാടവിയിൽ കണ്ടതായിട്ടുള്ള സമയത്ത് അങ്ങും കൂട്ടുകാരും അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ എല്ലാ ഭാഗവും ഈ ഉണക്കപ്പുല്ല് പെട്ടെന്ന് തന്നെ വെയിലത്ത് തീപിടിച്ചു. വെയിലത്ത് പുല്ലിന് തീപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആരും തീ പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൂര്യൻ്റെ ചൂട് നേരിട്ട് തട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിൽ ചില പ്രത്യേക അൾട്രാ വയലറ്റ് റേസ് പോലെയുള്ളതായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള ചില രശ്മികൾ തീയുണ്ടാക്കും, തന്നെ തീയുണ്ടാവും. അപ്പം അങ്ങനെ ഈ ഉണങ്ങിയ പുല്ലൊക്കെ പെട്ടെന്ന് തീപിടിച്ചു, ചുറ്റും തീപിടിച്ചു. വല്ലാത്ത കഷ്ടമായി ഹീ ഹീ എന്ന് മേൽപ്പത്തൂര്. തദനു സഹസഹായൈർ ദൂരമന്വിഷ്യ ശൗരേ ഗളിത സരണി മുഞ്ചാരണ്യ സഞ്ജാതഗേദം പശുകുലമഭിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാത് ത്വയി ഗതവതി ഹീ ഹീ സർവതോഗ്നിർജൃംബേ. എന്ത് ചെയ്തു ഭഗവാൻ? എന്ത് ചെയ്തു? കൂട്ടുകാര് രാമകൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു നോക്കാം. സകല ഹരിതി ദീപ്തേ ഘോരഭാംഗാര ഭീമേ ശിഖിനി വിഹിത മാർഗ അർദ്ധദഗ്ധായി വാർത്താ അഹഹ ഭുവന ബന്ധോ പാഹി പാഹി സർവേ ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം. സകല ഹരിതി ദീപ്തേ ഘോരഭാംഗാര ഭീമേ ശിഖിനി വിഹത മാർഗ അർദ്ധദഗ്ധായി വാർത്താ അഹഹ ഭുവന ബന്ധോ പാഹി പാഹി സർവേ ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം. ഇപ്പോ സകല ഹരിതി ദീപ്തേ, സകല ഹരിതി, ഹരിത്ത എന്നുള്ളതിന്റെ സപ്തമിയാണ് ഹരിതി. ദീപ്തേ സതി, സതി സപ്തമി പ്രയോഗമാണ്. എല്ലാ ഹരിത്തുക്കളും ദീപ്തമായപ്പോൾ, ഇവിടെ ഹരിത്ത് എന്ന് പറഞ്ഞാല് എല്ലാ ദിക്ക് എന്നർത്ഥമുണ്ട് ഹരിത്തിന്, പച്ചപ്പ് എന്നർത്ഥമുണ്ട്, വനം എന്നർത്ഥമുണ്ട് ഹരിത്ത് ശബ്ദത്തിന്. ഹരിതാഭയുള്ള സ്ഥലങ്ങളൊക്കെ ഹരിത്ത്. വനത്തിന് ഹരിത്ത് എന്ന് പറയും. കാരണം അവിടെ പച്ചപ്പാണ്, വനം മുഴുവൻ ഹരിത്താണ്. അതുകൊണ്ട് വനത്തിനും ഹരിത്ത് എന്ന് പറയും. നമ്മുടെ ഹരിവരാസനം വിശ്വമോഹനം എന്നുള്ള പാട്ടിലെ ഒരു പ്രയോഗമുണ്ട്, ഹരിതധീശ്വരം. ഹരിതധീശ്വരം, ഹരിത്തിന്റെ അധീശ്വരൻ, വനത്തിന്റെ നാഥൻ. ആരാ? ഭഗവാൻ അയ്യപ്പസ്വാമി. ശബരിമല ചുറ്റും വനമല്ലേ? അപ്പൊ വനത്തിന്റെ അധീശ്വരനായിരിക്കുന്നവൻ ഹരിതധീശ്വരൻ. ഹരിതധീശ്വരം ആരാധ്യ പാദുകം അരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. അവിടെ ഹരിതധീശ്വരം എന്നൊരു പദമുണ്ട്. പലർക്കും അർത്ഥം അറിയില്ല, വെറുതെ ചൊല്ലുന്നുണ്ട്. വനത്തിന്റെ അധീശ്വരൻ, ഹരിതാം അധീശ്വര ഹരിതധീശ്വര, വനത്തിന്റെ അധീശൻ, കാട്ടിന്റെ നാഥൻ. അപ്പൊ ഇവിടെ ഹരിത്ത എന്നുള്ളതിന്റെ സപ്തമി ഹരിതി. സകല ഹരിതി ദീപ്തേ സതി,
ആ ചുറ്റുപാടുള്ള വനങ്ങളും കാടുകളൊക്കെ തന്നെ ദീപ്തമായപ്പോൾ, അല്ലെങ്കിൽ ആ പുൽമൈതാനങ്ങളൊക്കെ പുൽക്കാടുകളൊക്കെ ദീപ്തമായപ്പോൾ, ദീപ്തമാകുക, ജ്വലിക്കുക, അഗ്നി കൊണ്ട് ജ്വലിക്കുക. ഘോര ഭാങ്കാര ഭീമേ എന്ന് പറഞ്ഞു. ഒരു ഘോരമായിട്ടുള്ള ഭാങ്കാരം. ഭാങ്കാരം എന്ന് പറഞ്ഞാൽ ഈ തീ കത്തുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാണ്. പൊട്ടലും ചീറ്റലും ഭാം 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 എന്ന് ശബ്ദം കേൾക്കാം. അതിനാണ് ഭാങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഭയങ്കരമായ ഭാങ്കാര ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഭീമമായിരിക്കുന്നത്, ഭയങ്കരമായിരിക്കുന്നത്. ഘോരഭാങ്കാര ഭീമേ ശിഖിനി. ശിഖി എന്നത് അഗ്നിയുടെ പര്യായമാണ്. അതിൻ്റെ സപ്തമി ശിഖിനി. അപ്പൊ ശിഖി അഗ്നി ഘോരഭാങ്കാര ഭീമനായി ഭയങ്കര ശബ്ദത്തോടുകൂടി സകല ഹരിതി ദീപ്തി, എല്ലാ വനങ്ങളും ദീപ്തമാക്കിയപ്പോൾ ഇവരെന്തായി? വിഹതമാർഗ, മാർഗം വിഹനിക്കപ്പെട്ടവരായി. എങ്ങിടും കടക്കാൻ വഴിയില്ല. 4 ഭാഗവും അഗ്നി. എവിടേക്കാ പോവുക? മാർഗം വിഹതം. അപ്പൊ വിഹതമാർഗ അർദ്ധദഗ്ധായി വാർത്താഹ. ആ തീയിന്റെ ചൂടുകൊണ്ട് ഇവര് പകുതി വെന്തതുപോലെയായി എന്നാണ്. അർദ്ധദഗ്ധ ഇവ ആർത്താഹ. പകുതി വെന്തതുപോലെ അവര് ആർത്തന്മാരായിട്ട്, ദുഃഖിതരായിട്ട് എന്ത് ചെയ്തു? നിലവിളിച്ചു. എന്തൊക്കെ പറഞ്ഞാ നിലവിളിച്ചത്? ആഹഹ ഭുവന ബന്ധോ പാഹി പാഹി. അഹഹ അഹഹ, അയ്യോ അയ്യോ. ഭുവനബന്ധോ, എല്ലാവർക്കും ബന്ധുവായ രാമകൃഷ്ണ, പാഹി പാഹി, ഞങ്ങളെ രക്ഷിച്ചാലും, എന്നെ രക്ഷിച്ചാലും രക്ഷിച്ചാലും. ഇതി ഉക്ത്വാ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സർവേ, എല്ലാവരും ഏകം താപഹർത്താരം ത്വാം ശരണമുപഗതാഹ, ഒരേ ഒരു താപഹർത്താവായ എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുന്നവനായ ത്വാം, അങ്ങയെ ശരണമുപാഗതാഹ, ശരണം പ്രാപിച്ചു. എല്ലാവരും അങ്ങയെ ശരണം പ്രാപിച്ചു. എല്ലാവരും അങ്ങയുടെ ചുറ്റും ഓടിക്കൂടി. പശുക്കളും പശുക്കുട്ടികളും ഈ ഗോപന്മാരും എല്ലാവരും അഗ്നിയാൽ വേവിക്കപ്പെടുന്നവരായിക്കൊണ്ട്, ദഹിക്കുന്നവരായിക്കൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട് അഹഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാഹ ത്വാം താപഹർത്താരമേകം. താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ആ താപത്രയ വിനാശനായ ഭഗവാനെ നമ്മളൊക്കെ സ്തുതിക്കുന്നത് പോലെ അവരും ഒന്ന് ശരണം പ്രാപിച്ചു. സകല ഹരിതി ദീപ്തേ ഘോരഭാങ്കാര ഭീമേ ശിഖിനി വിഹതമാർഗ അർദ്ധദഗ്ധായി വാർത്താഹ. അഹഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം. അവരെ എങ്ങനെയാണ് ഭഗവാൻ രക്ഷിക്കുന്നത് എന്ന് അടുത്ത 5-ാമത്തെ ശ്ലോകത്തിൽ. അലമലമതിഭീത്യ സർവതോ മീലയദ്വം ദൃശമിതി തവ വാച മീലിതാക്ഷേഷു തേഷു ക്വനുദവദഹനോസൗ കുത്ര മുഞ്ചാടവീസാ സപതി വവൃതിരേതേ ഹന്ത ഭാണ്ഡീരദേശേ. അലമലമതിഭീത്യ സർവതോ മീലയദ്വം ദൃശമിതി തവ വാച മീലിതാക്ഷേഷു തേഷു ക്വനുദവദഹനോസൗ കുത്ര മുഞ്ചാടവീസാ സപതി വവൃതിരേതേ ഹന്ത ഭാണ്ഡീരദേശേ. അപ്പോ ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു. എന്ത് പറഞ്ഞിട്ട്? അലം അലം അതിഭീത്യ, മതി മതി, അധിക ഭയം കൊണ്ട്, ഭയം വേണ്ട, ഭയം വേണ്ട, ഡോൺ വറി എന്ന് പറഞ്ഞു. അതിഭീത്യ അലം അലം, ഭയം കൊണ്ട് ആവശ്യമില്ല, ഭയപ്പെടേണ്ട, ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല, എന്തിനാ അങ്ങനെ പേടിക്കണത് എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ട് അവരോട് എന്ത് പറഞ്ഞു? സർവതഃ ദൃശം മീലയദ്വം. സർവതഃ, എവിടെയും നോക്കാതെ എല്ലാ ഭാഗത്തു നിന്നും, ദൃശം മീലയദ്വം, ദൃശം ദൃക്കിനെ, കണ്ണിനെ, ദൃഷ്ടിയെ, മീലയദ്വം നിമീലനം ചെയ്യൂ, കണ്ണടയ്ക്കൂ, എവിടെയും നോക്കണ്ട,
ഭഗവാൻ നമ്മളോടുമുള്ള ഉപദേശമാണ് കേട്ടോ. സർവതഃ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിൽ നിന്ന് കണ്ണടയ്ക്കൂ, ഉള്ളിലേക്ക് തിരിയൂ. സർവതഃ ദൃശം മീലയദ്വം, കണ്ണുകൾ 5 ഉള്ളടക്കൂ. ഉള്ളിലുള്ള ആളെ വണങ്ങൂ, തെരുതര വീണു വണങ്ങി ഓതിടേണം. ഉള്ളിലേക്ക് തിരിയൂ. പരാഞ്ചികാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ കശ്ചിത് ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ഛന്. ഇങ്ങനെയൊക്കെ എല്ലായിടത്തുനിന്നും അപ്പോ എല്ലാരും എല്ലാ ഭാഗത്തു നിന്നും കണ്ണടയ്ക്കൂ എന്ന് സർവതഃ മീലയദ്വം ദൃശം ഇതി തവ വാച. ഇങ്ങനെയുള്ള അങ്ങയുടെ വാക്ക് കേട്ടിട്ട് മീലിതാക്ഷേഷു തേഷു മീലിതാക്ഷേഷു സത്സു, അവരെല്ലാവരും മീലിതാക്ഷരായപ്പോൾ, കണ്ണടച്ചവരായപ്പോൾ, എല്ലാവരും കണ്ണടച്ചു. ഭഗവാനിൽ അത്രയും വിശ്വാസവും ശ്രദ്ധയാണ്. എന്ത് വന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോ തീയിന്റെ നടുവിലാ നിൽക്കണമെങ്കിലും അവസാനത്തെ ഒരൊറ്റ ആശ്രയം ഭഗവാൻ മാത്രം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് കേൾക്കുക, കണ്ണടയ്ക്കുക. അങ്ങനെ എല്ലാവരും കണ്ണടച്ചപ്പോൾ തേഷു മീലിതാക്ഷേഷു സത്സു, പിന്നെ അവര് കണ്ണ് തുറക്കാൻ പറഞ്ഞു ഭഗവാൻ. അപ്പൊ തുറന്നു നോക്കിയപ്പോഴോ ക്വനു ദവദഹനോസൗ കുത്ര മുഞ്ചാടവീസ. അവർ കണ്ണു തുറന്നപ്പോ എന്താ അവസ്ഥ? അവര് സപതി വവൃതിരേതേ ഹന്ത ബാണ്ഡീരദേശേ, അവരാ തണലിലെത്തിക്കഴിഞ്ഞു. ഏത് തണല്? പണ്ട് കളിച്ച ബാണ്ഡീര വൃക്ഷത്തിന്റെ സമീപത്ത്, ആ ബാണ്ഡീര വൃക്ഷദേശത്ത്, ബാണ്ഡീരദേശേ തേ സപതി വവൃതിരെ. സപതി ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ വർത്തിച്ചു. എവിടെ വർത്തിച്ചു? അവർക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല, അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും വേണ്ടി വന്നില്ല. കണ്ണടച്ച് തുറന്നത് ബാണ്ഡീരദേശത്ത്. അതാണ് അവര് ഹന്ത, ആശ്ചര്യം. തേ ബാണ്ഡീരദേശ സപതി വവൃതിരെ, അവർ പെട്ടെന്ന് തന്നെ ബാണ്ഡീരദേശത്ത് വർത്തിക്കുന്നവരായി. അവര് ആശ്ചര്യപ്പെട്ടു. ഏതിനെ കുറിച്ച്? കൊലു ദവദഹനോസൗ അസൗ ദവദഹന കൊനു. ആ കാട്ടുതീ എവിടെ പോയി? കുത്ര മുഞ്ചാടവി സാ മുഞ്ചാടവി കുത്ര. നമ്മൾ ഏത് മുഞ്ചാടവിയിൽ പെട്ടിരുന്നുവോ ആ മുഞ്ചാടവി എവിടെ പോയി? ഒന്നും കാണാനില്ല. അവരിപ്പോ ബാണ്ഡീരദേശത്ത് എത്തിക്കഴിഞ്ഞു, ഒരു പ്രയാസവും കൂടാതെ. അപ്പൊ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതുപോലെ, ഒരു പേടി സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതുപോലെ അല്ലേ? പേടി സ്വപ്നം കണ്ട് നിലവിളിക്കുന്ന കുട്ടികളെ അമ്മമാരോ ആരെങ്കിലും തട്ടി വിളിച്ചാൽ കണ്ണ് തുറന്നു നോക്കുമ്പോ അവരെ പേടിപ്പിച്ചിരുന്ന ഒരു രംഗവുമില്ല. അതുപോലെ നമ്മുടെ ഈ ഗോപന്മാരും പശുക്കളും കണ്ണ് തുറന്നത് ബാണ്ഡീര വൃക്ഷത്തിന്റെ ചുവട്ടില്, നല്ല തണുപ്പത്തെ വൃന്ദാവനത്തില്. എങ്ങനെ അവരിവിടെ എത്തിയെന്ന് അറിയില്ല. എല്ലാം ഭഗവാന്റെ ലീല. അത്ഭുത ബാലനായിട്ടുള്ള ഭഗവാനല്ലാതെ വേറെ ആർക്കാ ഇതൊക്കെ സാധിക്കുക? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. മുമ്പൊരു കാട്ടുതീനെ ഭഗവാൻ കുടിച്ചു അല്ലെ? കാളിയമർദ്ദനം കഴിഞ്ഞ രാത്രി ഉണ്ടായ കാട്ടുതീനെ ഭഗവാൻ കുടിച്ചു കാണിച്ചു കൊടുത്തു. എവിടെ പോയിന്നേ അറിയില്ല കാട്ടുതീ. ഭഗവാൻ അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവർ കണ്ണടച്ച് തുറന്നത് ബാണ്ഡീര വൃക്ഷത്തിന്റെ ചുവട്ടില്, നല്ല തണുപ്പത്ത്, ഒരു ചൂടുമില്ല, ഒന്നുമില്ല, നല്ല ആശ്വാസം, നല്ല കുളിർന്ന സ്ഥലം വൃന്ദാവനം. യമുനാ നദിയുടെ കളകള ശബ്ദവും അതിൻ്റെ ഒരു എയർ കണ്ടീഷനിങ്ങും ഒക്കെ ഉണ്ട് അവിടെ. ഇവിടുന്നാണ് ഇത് വിട്ടിട്ട് മുഞ്ചാടവിയിലേക്ക് പോയത്. ആ മുഞ്ചാടവി എവിടെ? പോ കാട്ടുതീ എവിടെ എന്നായിപ്പോ. കൊനു ദവദഹനോസൗ കുത്ര മുഞ്ചാടവി സാ ഹന്ത. കഷ്ടം, എവിടെ പോയൊക്കെ എന്ന് ആശ്ചര്യപ്പെട്ടു അവരവിടെ ബാണ്ഡീരദേശേ വവൃതിരെ, ബാണ്ഡീരദേശത്തിൽ വർത്തിച്ചു എല്ലാവരും. അലമലമതിഭീത്യാ സർവതോ മീലയദ്വം ദൃശമിതി തവ വാച മീലിതാക്ഷേഷു തേഷു ക്വനു ദവദഹനോസൗ കുത്ര മുഞ്ചാടവേ സാ സപതി വവൃതിരേതേ ഹന്ത ബാണ്ഡീരദേശേ. ജയ ജയ തവ മായാ കേയമീശേതി തേഷാം
നുതിഭിരുദിതഹാസോ ബദ്ധനാനാവിലാസഃ പുനരപി വിപിനാന്തേ പ്രാചര പാടലാദി പ്രസവ നികരമാത്ര ഗ്രാഹ്യ കർമാനുഭാവേ. ജയ ജയ തവ മായാ കേയമീശേതി തേഷാം നുതിഭിരുദിതഹാസോ ബദ്ധനാനാവിലാസഃ പുനരപി വിപിനാന്തേ പ്രാചരഃ പാടലാദി പ്രസവ നികരമാത്ര ഗ്രാഹ്യ കർമാനുഭാവേ. അപ്പോ ആ ഭഗവാന്റെ കൂട്ടുകാരായ ഗോപന്മാരെല്ലാം ഭഗവാനെ സ്തുതിച്ചു. എന്താ പറഞ്ഞത്? ജയ ജയ തവ മായാ കായം ഈശാ ഇതി. ഹേ ഈശ, ജയ ജയ, അല്ലയോ ഈശ്വര, അങ്ങ് ജയിച്ചാലും ഭഗവാനെ ജയിച്ചാലും ജയിച്ചാലും തവ മായ ഇയം കാ ഇയം തവ മായ, ഇതെന്താ ഇത്? അങ്ങയുടെ മായയാണോ? കാ, ഇതെന്താ ഇത്? എന്തൊരു മായയാണത്? കാ എന്നുള്ളത് ചോദ്യം അത്ഭുതമായിട്ട്. ഇതെന്തൊരു മായ? അത്ഭുതം അത്ഭുതം. തവ മായ ഇയം കാ ഇതി തേഷാം നുതിഭിഹി, ഇങ്ങനെയുള്ള അവരുടെ നുതികളാൽ സ്തുതികളാൽ വിലാസഹ, വിലസിക്കുന്നവനായിട്ടുള്ള അങ്ങ്, ആ കുട്ടികളുടെ പ്രശംസ കേട്ട് ചിരിക്കുന്നതായിട്ടുള്ള അങ്ങ്, ഉദിതഹാസഹ ബദ്ധ നാനാവിലാസഹ, ഉദിക്കുന്ന ഹാസത്തോടുകൂടി പുഞ്ചിരിയോടുകൂടിയവനും ഓരോ ചേഷ്ടകളും വിലാസങ്ങളും ചെയ്ത് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടുകാരനായിട്ട് പല കളികളും കളിച്ചുകൊണ്ട് നേരം പോക്കുകളും പ്രയോഗിക്കുന്നവനായിട്ട് ബദ്ധ നാനാവിലാസഹ പുനരപി വിപിനാന്തേ പ്രാചരഹ, പിന്നെയും അങ്ങ് വൃന്ദാവനത്തിന്റെ ഉൾഭാഗത്ത് പ്രചരിച്ചു, പശുക്കളെ മേച്ചുകൊണ്ട് പ്രകർഷേണ സഞ്ചരിച്ചു. സഞ്ചരിച്ചു തന്നെ പ്രചരഹ, ത്വം പ്രചരഹ. ആ കാലം വേനലായിരുന്നു എന്ന് എങ്ങനെ അറിയുന്നു? അതാണ് ഇവിടെ പറയുന്നത്. പാടലാദി പ്രസവ നികരമാത്ര ഗ്രാഹ്യ കർമാനുഭാവേ വിപിനാന്തേ എന്ന് പറയുന്നുണ്ട്. വിപിനാന്തം ഇവിടെ വൃന്ദാവനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ വൃന്ദാവനത്തിൽ വേനലിന്റെ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വേനലാണ് എന്ന് എങ്ങനെ അറിയാം? പേരിനറിയാം. എല്ലായിടെയും വേനലാണ്, പക്ഷെ ഇവിടെ വൃന്ദാവനത്തിൽ മാത്രം വേനലിന്റെ കാഠിന്യമില്ല. പക്ഷെ എങ്ങനെയാണ് വേനലാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക? ഒരു ലക്ഷണമുണ്ട്. എന്താ ലക്ഷണം? പാടലാദി പ്രസവ നികരമാത്ര ഗ്രാഹ്യ ഗർമാനുഭാവേ, ഗർമ്മത്തിന്റെ അനുഭാവം. ഗർമ്മം എന്നാൽ വേനല്. ആ വേനലിന്റെ അനുഭവം തന്നെയാണ് ഭാവന. അപ്പൊ വേനലാണെന്ന് അറിയപ്പെടുന്നു. എങ്ങനെ ഗ്രഹിക്കാം? പാടലാദി പ്രസവ നികരമാത്ര ഗ്രാഹ്യം. പാടല എന്ന് പറഞ്ഞാൽ പാടല വർണ്ണത്തിലുള്ള പൂക്കൾ, ചുവന്ന പൂക്കൾ, നമ്മൾ മേ ഫ്ലവർ എന്നൊക്കെ പറയുന്ന പൂക്കളായിരിക്കണം, അല്ലെങ്കിൽ പാതിരിപ്പൂക്കൾ എന്നൊക്കെ വിളിക്കുന്നതായിട്ടുള്ള പാടല വർണ്ണത്തിലുള്ള പൂക്കൾ, ചുവന്ന പൂക്കൾ. ഈ മേ ഫ്ലവറൊക്കെ നല്ല വേനൽക്കാലത്താണല്ലോ പൂക്കുക, അല്ലെ? എല്ലായിടത്തും തീജ്വാല പോലെ കാണാം, അഗ്നി കത്തുന്നത് പോലെ തോന്നും. അതുപോലെയാണ് വെയിലത്ത് ഈ ചുവന്ന പൂക്കൾ പ്രകാശിച്ച് നിൽക്കുക. അപ്പം അങ്ങനെയുള്ള ചില പാടല പൂക്കളുടെ പ്രസവം എന്ന് പറഞ്ഞാൽ കുസുമങ്ങൾ തന്നെയാണ്. പാടലാദി പ്രസവ നികര, അത് അവിടെ സമൂഹം, അത് മാത്രം കൊണ്ട് ഗ്രാഹ്യം. അപ്പൊ ചുവന്ന പൂക്കൾ, പാടല പൂക്കൾ പൂത്തു നിൽക്കുന്ന, പാതിരി പൂക്കളൊക്കെ പൂത്തു നിൽക്കുന്നത് കൊണ്ട് മാത്രം ഇത് വേനലാണ് എന്നറിയാം. സീസണൽ ആയിട്ടുള്ള പൂക്കളാണല്ലോ. അപ്പൊ അതുകൊണ്ട് മാത്രം വേനലാണെന്ന് ഗ്രഹിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ വേനലിന്റെ ഒരു ബാധയുമില്ലാത്തതാണ് ഈ വിപിനാന്തം, ഈ വൃന്ദാവനം. അവിടെ വീണ്ടും അങ്ങ് പശുക്കളെയും കൊണ്ട് സഞ്ചരിച്ചു. ജയ ജയ തവ മായാ കേയമീശേതി തേഷാം നുതിഭിരുദിതഹാസോ ബദ്ധനാനാവിലാസഃ പുനരപി വിപിനാന്തേ പ്രാചരഃ പാടലാദി പ്രസവ നികരമാത്ര ഗ്രാഹ്യ കർമാനുഭാവേ. അവിടെ നിൽക്കട്ടെ. 4 ശ്ലോകങ്ങളുണ്ട്. അത് ഋതുക്കളെ കുറിച്ച്, വേനലും വർഷവും ശരത്തിലേക്കും പ്രവേശിക്കുന്നു. നമുക്ക് നാളെ കാണാം.
ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ. എല്ലാവർക്കും ശുഭദിനാശംസകൾ. വൈകിട്ട് കാണാം 4:30. ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ വൈകിട്ട് കാണാം. ഹരി ഓം.